നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഴൽഗ്രഹം എന്നാണ് ജ്യോതിഷത്തിൽ കേതു അറിയപ്പെടുന്നത്. നിലവിൽ കന്നി രാശിയിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. മെയ് 18 വരെ കന്നി രാശിയിൽ കേതു സംക്രമണം നടത്തുന്നതാണ്. കന്നി രാശിയിൽ നിന്നും പിന്നീട് ചിങ്ങം രാശിയിലേക്കും കേതു സഞ്ചരിക്കും. അതിനാൽ മെയ് മാസത്തിൽ പ്രത്യേകിച്ച് മെയ് 18-ാം തീയതി വരെ 5 രാശിക്കാർക്ക് കേതുവിൽ നിന്നുള്ള ദോഷങ്ങൾ വർദ്ധിക്കുന്നതാണ്. അപ്പോൾ ഏതെല്ലാം രാശിക്കാർക്ക് എന്തെല്ലാം ബുദ്ധിമുട്ടുകളാണ് അനുഭവപ്പെടാൻ പോകുന്നതെന്ന് നോക്കാം. ചിങ്ങം രാശിയാണ് ആദ്യത്തേത്. അനാവശ്യ ചിലവുകൾ ഇവരിൽ വർദ്ധിക്കുന്നതായിരിക്കും. പണം എത്ര ശ്രമിച്ചാലും സൂക്ഷിക്കാൻ സാധിക്കാത്ത അവസ്ഥ ഇവർക്കുണ്ടായേക്കാം. ആരോഗ്യം ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. സാമ്പത്തിക പ്രാരാബ്ധം മൂലം കടം വാങ്ങേണ്ട അവസ്ഥയും വന്നേക്കാം. ഇത്തരത്തിൽ കടം വാങ്ങുന്നത് അന്തസ്സിനെ കോട്ടം വരുത്തുന്നതുമായേക്കാം. പല കാര്യങ്ങളിലും പ്രിയപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കാത്തത് മാനസികമായി നിങ്ങളെ തളർത്തിയേക്കാം. വിഷമങ്ങൾ വർദ്ധിക്കാം. കുടുംബ പ്രശ്നങ്ങൾ ശരിയായ വിധത്തിൽ കൈകാര്യം ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയും ഈ രാശിക്കാർക്കുണ്ടായേക്കാം. ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക, ഇല്ലെങ്കിൽ അനവധി പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അടുത്തത് കന്നി രാശിക്കാരാണ്. കന്നി രാശിക്കാരുടെ എല്ലാ സൗഭാഗ്യങ്ങളിലും തടസ്സമായി കേതു നിലനിൽക്കുന്നതാണ്. പൂർത്തീകരിക്കുമെന്ന് പ്രതീക്ഷിച്ച അനവധി ജോലികൾ പൂർത്തീകരിക്കാൻ ഈ രാശിക്കാർക്ക് സാധിക്കാത്ത അവസ്ഥ ഉണ്ടായേക്കാം. ഈ കാലയളവിൽ ഇവരുടെ വരുമാനം വർദ്ധിക്കുന്നതായിരിക്കും. എന്നിരുന്നാലും വരവിനൊത്ത് ചിലവും പ്രതീക്ഷിക്കാം. സമ്പാദിക്കാൻ സാധിക്കുകയില്ല. സ്വർണം പോലെയുള്ള വിലപിടിപ്പുള്ള ആഭരണങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. തൊഴിലിടത്ത് സഹപ്രവർത്തകരോട് സൗമ്യതയിൽ പെരുമാറുന്നതാണ് നല്ലത്. സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതും നല്ലതായിരിക്കും. ഈ രാശിക്കാർ പ്രത്യേകം ആരോഗ്യം ശ്രദ്ധിക്കുക. ഇവർ ദേഷ്യം കുറയ്ക്കുകയും വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്നതും നല്ലതായിരിക്കും. ഇനി തുലാം രാശിക്കാരെ കുറിച്ച് നോക്കാം. ശത്രുക്കളുടെ പ്രവർത്തികളിൽ കുറച്ചധികം ജാഗ്രത പാലിക്കുന്നത് ഈ രാശിക്കാർക്ക് നല്ലതായിരിക്കും. സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. ബിസിനസ്സിൽ ചെറിയ രീതിയിൽ നഷ്ടം ചിലപ്പോൾ നേരിട്ടേക്കാം. പ്രതീക്ഷിച്ച രീതിയിൽ പല കാര്യങ്ങളും ചെയ്തെടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ ഈ രാശിക്കാർക്കുണ്ടായേക്കാം. സാമ്പത്തിക സ്രോതസ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് നല്ലതായിരിക്കും. ചിലവുകൾ വർദ്ധിക്കുന്നതാണ്. ഈ രാശിക്കാർക്ക് വിവാഹം നടക്കാനുള്ള യോഗം രൂപപ്പെടുന്നതാണ്. ജോലി കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. കോപം നിയന്ത്രിക്കുക. അതേപോലെ സഹപ്രവർത്തകരോട് ദേഷ്യത്തോടെ പെരുമാറാതിരിക്കാനും ശ്രദ്ധിക്കുന്നത് ഇവർക്ക് നല്ലതാണ്. ഇനി ധനുരാശിക്കാരെ കുറിച്ച് നോക്കാം. ഈ രാശിക്കാർക്ക് സ്വന്തക്കാരിൽ നിന്നും മോശം പെരുമാറ്റം നേരിടേണ്ടി വന്നേക്കാം. ചിലപ്പോൾ അവർ നിങ്ങളോട് അപരിചിതരെ പോലെ പെരുമാറാം. ആരുടെയും പിന്തുണ പല കാര്യങ്ങൾക്കും നിങ്ങൾക്ക് ലഭിക്കാതെ വന്നേക്കാം. ചിലവുകൾ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ്. ആരോഗ്യം ശ്രദ്ധിക്കുക. ആരോഗ്യ കാര്യങ്ങൾക്കായി പണം അമിതമായി ചിലവാക്കേണ്ടി വന്നേക്കാം. പുതിയ നിക്ഷേപങ്ങൾ നടത്താതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക. അവസാനത്തെ മകരം രാശിയെക്കുറിച്ചാണ് പറയുന്നത്. മകരം രാശിക്കാർക്ക് കേതു മൂലം അനവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടതായി വന്നേക്കാം. പല കാര്യങ്ങളിലും വിചാരിച്ച രീതിയിൽ വിജയം കൈവരിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഉണ്ടായേക്കാം. വാഹന കച്ചവടത്തിൽ നഷ്ടം വരും. യാത്രകളിൽ തടസ്സങ്ങൾ നേരിട്ടേക്കാം. പണം സൂക്ഷിക്കുക. അതേപോലെ വാക്കുകൾ സൂക്ഷിക്കുക. ദേഷ്യം കുറയ്ക്കാൻ വേണ്ടിയും സൂക്ഷിക്കുക. അപ്പോൾ ഇന്ന് ഇത്രയും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.